നാട്ടിൽ വിജയ് സർക്കാരിന്റെ ആദ്യ ബജറ്റ് അവതരണം ആരംഭിച്ചിട്ടുണ്ട്. ധനമന്ത്രി മരിയ വിൽസനാണ് ടി.വി.കെ സർക്കാരിന്റെ കന്നി ബജറ്റ് അവതരിപ്പിക്കുന്നത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ ആർപ്പുവിളികളോടെയാണ് DMK അംഗങ്ങൾ സ്വീകരിച്ചത്. ER രാഗേഷാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഗേഷ്, ഇന്നലെ വലിയൊരു നാടകീയമായ നീക്കങ്ങൾക്കും ഒരു അറസ്റ്റും ഒക്കെ സാക്ഷ്യം വഹിച്ചിരുന്നു തമിഴക രാഷ്ട്രീയം. അതിനുശേഷം ഇന്ന് സഭയിലേക്ക് എത്തുകയാണ്. ബജറ്റ് അവതരണമാണ്. സഭ ബജറ്റ് അവതരിപ്പിക്കാൻ അവിടെ തുടങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇന്നലത്തതിൻ്റെ ബാക്കിയായിട്ടുള്ള ചില പ്രതിഷേധങ്ങളൊക്കെ സഭയിൽ ഉയരുന്നുണ്ടോ DMKയുടെ ഭാഗത്ത് നിന്ന്? പിന്നെ ഈ ബജറ്റിൽ എന്തൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? ശ്യാമിലി, ഏതായാലും നാടകീയമായ സംഭവങ്ങൾക്കാണ് ഇന്നലെ തമിഴ്നാട് സാക്ഷ്യം വഹിച്ചത്. പ്രത്യേകിച്ച് ബജറ്റ് അവതരണമാണ് ഇന്ന്. അതിന് തലേ ദിവസമാണ് പ്രതിപക്ഷ നേതാവ് ദ്വയാർത്ഥ പരാമർശത്തിൽ അറസ്റ്റിലാകുന്നത്. DMK അതിന് ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യം ബജറ്റ് അവതരണത്തിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ മാറ്റി നിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് സർക്കാരിൻ്റെ ബോധപൂർവമായ നടപടി എന്നാണ് വിശേഷിപ്പിച്ചത്. ഏതായാലും ഇന്നലെ രാത്രിയാണ് ഉദയനിധി സ്റ്റാലിന് പുറത്തിറങ്ങാനായത്. സ്റ്റേഷനിൽ പിന്നീട് ചോദ്യം ചെയ്യലടക്കം നടക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം ബജറ്റ് അവതരണത്തിന് ബജറ്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. DMK MLA മാർ വലിയ സ്വീകരണമാണ് സഭയ്ക്ക് പുറത്ത് ഉദയനിധിക്ക് നൽകുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും സഭാ സമ്മേളനം തടസ്സപ്പെട്ടിട്ടില്ല. ബജറ്റ് അവതരണം ഇപ്പോൾ നടക്കുകയാണ്. മരിയ വിൽസനാണ് വിജയ് സർക്കാരിൻ്റെ ആദ്യ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഏതായാലും വമ്പൻ പ്രഖ്യാപനം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളൊക്കെ തന്നെ നിറവേറ്റിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പ്രത്യേകിച്ച് പ്രതിമാസ ധനസഹായം നേരത്തെ 1000 രൂപയായിരുന്നു, അത് 2000 രൂപയോ അല്ലെങ്കിൽ 2500 ആയി ഉയർത്തുമെന്ന പ്രഖ്യാപനം, അത്തരം സൂചനകളൊക്കെ തന്നെ നിലവിലുണ്ട്. ഒപ്പം പ്രീമിയം അല്ലാത്ത തമിഴ്നാട് ബസ്സുകളിലൊക്കെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര അടക്കമുള്ള പ്രഖ്യാപനങ്ങളും ഉണ്ടാകും. സ്വയം സഹായ സംഘങ്ങൾക്ക് കൂടുതൽ തുക അനുവദിക്കുന്ന പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ TVK നേരത്തെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ നൽകിയതാണ്. ആ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഇപ്പോൾ ഏതായാലും ബജറ്റ് അവതരണം മരിയ വിൽസൺ ധനമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെരിയാറിനെയും അംബേദ്കറിനെയും ഉദ്ധരിച്ചുകൊണ്ടാണ് അദ്ദേഹം ബജറ്റ് അവതരണം ആരംഭിക്കുകയും ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യം, സർക്കാർ കഴിഞ്ഞ 3 മാസത്തിനിടെ നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കുക മാത്രമല്ല പ്രവൃത്തിയിലൂടെ അക്കാര്യങ്ങൾ തെളിയിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രവുമല്ല, സർക്കാർ അധികാരമേൽക്കുന്നതിന് മുൻപ് ടെൻഡറുകളിൽ നിന്ന് വൻ തുക സ്വകാര്യ വ്യക്തികൾക്കൊക്കെ തന്നെ അല്ലെങ്കിൽ പാർട്ടി അംഗങ്ങൾക്കൊക്കെ തന്നെ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും ഒഴിവാക്കി, ടെൻഡർ രഹിത സംസ്ഥാനമാക്കി അല്ലെങ്കിൽ കമ്മീഷൻ നൽകുന്ന ഒഴിവാക്കി മാറ്റി തുടങ്ങിയ പ്രഖ്യാപനങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. നേരത്തെ പറഞ്ഞാണ് തമിഴ്നാടിൻ്റെ കടബാധ്യത കഴിഞ്ഞ 5 വർഷത്തിനിടെ വലിയ തോതിൽ വർദ്ധിച്ചു എന്ന് ഇന്നിപ്പോൾ ബജറ്റ് അവതരണത്തിലും ആ വിമർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ബജറ്റ് അവതരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതുവരെ സഭ തടസ്സപ്പെടുത്തുന്ന നിലപാട് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് DMK അംഗങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ശ്യാമിലി. ശരി, ER രാഗേഷ് വിവരങ്ങൾ നൽകിയത്.